നിങ്ങളുടെ ബെലി സൈസ് അല്ലെങ്കിൽ കോർ മസിൽസ് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിലാറ്റസ് വർക്ക്ഔട്ട് ആണ് ദ 100. ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. റെഡി അല്ലേ? പിലാറ്റസ് വർക്ക്ഔട്ട്സ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഒരു ബ്രീതിങ് പാറ്റേൺ ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാൻ പോകുന്നത്. കൈ രണ്ടും റിബ് കേജിൽ ഇങ്ങനെ വെച്ചിട്ട് ബ്രീത് ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിബ് കേജ് സൈഡിലേക്കും ബാക്കിലേക്കും എക്സ്പാൻഡ് ആവുന്നത് ഫസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. കൈ വെച്ചു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നേവൽ നട്ടലിലേക്ക്, വയറിന്റെ ഭാഗം നട്ടലിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും വയറ്, പൊക്കിളിന്റെ ഭാഗം നട്ടലിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്രീത് ഇൻ ചെയ്യുന്നത് ഫോക്കസ് ചെയ്യാം. കൈ റിബ് കേജിൽ വെക്കാം. ബ്രീത് ഇൻ ചെയ്യുമ്പോൾ നേവൽ ഉള്ളിൽ തന്നെയാണ്, റിബ് കേജ് എക്സ്പാൻഡ് ആവുന്നത് ഫീൽ ചെയ്യുക. ഇപ്പൊ നമ്മൾ 5 കൗണ്ട് ബ്രീത് ഇൻ ചെയ്യാൻ പോവാണ്. ബ്രീത് ഇൻ ത്രൂ യുവർ നോസ്. 1 2 3 4 5. വായ തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. അപ്പൊ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ടക്ക് ഇൻ ചെയ്യാൻ പറ്റും. ഒരു ടൈറ്റ് ബെൽറ്റ് ഇട്ട് നമ്മളെ മുറുക്കുന്ന ഒരു ഫീല് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ബ്രീത് ഇൻ ചെയ്യുമ്പോൾ റിബ് കേജിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ബ്രീത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അബ്ഡമിനൽ ഏരിയ ഒന്നുകൂടെ ടൈറ്റ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ദ 100 എന്ന് പറയുമ്പോൾ 100 കൗണ്ട് ശ്വാസം എടുത്തു വിടുന്നതിനാണ് ദ 100 വർക്ക്ഔട്ട് പറയുന്നത്. ജസ്ന റെഡി അല്ലേ ചെയ്യാനായിട്ട്? ഈ ഒരൊറ്റ വർക്ക്ഔട്ട് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ള ജസ്ന ലാസ്റ്റ് പറഞ്ഞത്. ഫസ്റ്റ് കാല് രണ്ടും ബെൻഡ് ചെയ്യുക. ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക. ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ കാല് രണ്ടും ഇതുപോലെ ബെൻഡ് ചെയ്തിട്ട് ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വെക്കുക. ഇനി ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒന്ന് ഡൗൺ ചെയ്യും, കാൽ ഡൗൺ ചെയ്തു. നമ്മുടെ ചിൻ ആൻഡ് ചെസ്റ്റ് തമ്മിൽ നിൽക്കുന്ന സമയത്ത്, നോർമലി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് ഇല്ലേ, ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ വേണം. അങ്ങനെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് ലിഫ്റ്റ് ചെയ്തേ. വെരി ഗുഡ്. ഇനി മൂക്കിലൂടെ 5 കൗണ്ട് ബ്രീത് ഇൻ ചെയ്യുക. ബ്രീത് ഇൻ 1 2 3 4 5. ബ്രീത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. 1 2 3 4 5. ഡൗൺ. ബ്രീത് ഇൻ ചെയ്യുമ്പോഴും അബ്ഡമൻ സൈഡ്സ് ഒക്കെ ഇൻ ആണ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും അബ്ഡമൻ ഇൻ തന്നെയാണ്. ഫസ്റ്റ് കാൽ ടേബിൾ ടോപ്പിൽ വെക്കാം. വെരി ഗുഡ്. ചെസ്റ്റ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. കൈയിലെ നേവലിന്റെ ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്യുക. ബ്രീത് ഇൻ ത്രൂ യുവർ നോസ്. 1 2 3 4. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പിലാറ്റസ് സ്റ്റാൻസിലേക്ക് വരാൻ നോക്കുക. ബ്രീത്ത് ഔട്ട്, വായ തുറന്ന് ശ്വാസം വിടൂ. 1 2 3 4 5. ബ്രീത്ത് ഇൻ, കാല് ബെൻഡ് ചെയ്തോളൂ. 1 2 3 4 5. ബ്രീത്ത് ഔട്ട്. 1 2 3 4 5. ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 5 സെക്കൻഡ്സ്. ഞാൻ കൈ വിട്ടിട്ട് ഒന്ന് നോക്കട്ടെ. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 2 കാലും ടേബിൾ ടോപ്പ് പൊസിഷനിൽ തന്നെ വെക്കാം. അത് ഓക്കെ ആണോ നോക്കി നോക്കി. ടാസ്ക് ആണ്. കുറച്ചുകൂടെ ബെൻഡ് ചെയ്യും, കുറച്ചുകൂടെ ബെൻഡ്. ഈ പൊസിഷനിൽ ഓക്കെ അല്ലേ? ഓക്കെ, പറ്റുന്നത്ര സമയം ഹോൾഡ് ചെയ്താൽ മതി കേട്ടോ. ചെസ്റ്റ് അപ്പ്. ബ്രീത് ഇൻ ത്രൂ യുവർ നോസ്. റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യുക. 1 2 3 4 5. ബ്രീത് ഔട്ട്. കൈ ഒന്ന് പമ്പ് ചെയ്യൂ. 1 2 3 4 5. ബ്രീത് ഇൻ. 1 2. കൈ പമ്പ് ചെയ്തു. 3 4 5. ബ്രീത് ഔട്ട്. 1 2 3 4 5. റിലാക്സ്. ഇപ്പൊ നമ്മൾ 3 സെറ്റ് ചെയ്തു. ഇതാണ് ചെയ്തു അല്ലെ? 3 സെറ്റ് ചെയ്തു. ഇപ്പൊ 100ൽ 30 ആയി. ഇതേപോലെ 100 നമ്മൾ എത്തിക്കണം. ഓക്കെ, ഇത് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് പിലാറ്റസ് സ്റ്റാൻസിലേക്ക്, അതായത് കാലൊന്ന് 45 ഡിഗ്രിയിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. പറ്റുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കാല് ബെൻഡ് ചെയ്തിട്ട് ചെയ്യാം. റെഡി? ലെഗ്സ് അപ്പ്, ചെസ്റ്റ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. പമ്പ് ചെയ്യൂ. റെഡി? ബ്രീത് ഇൻ ത്രൂ യുവർ നോസ്. 1 2 3 4 5. ബ്രീത് ഔട്ട്. 1 2 3 4 5. ബ്രീത് ഇൻ. 1 2 3 4 5. Breathe out, stretch. 1 2 3 4 5. Breathe in. 1 2 3 4 5. Breathe out. 1 2 3 4 5. ഇടയ്ക്ക് തല താഴെ വന്നു അല്ലേ? സാരില്ല. കഴുത്തിന് ഓവർ സ്ട്രെയിൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇപ്പൊ നമ്മൾ എത്ര ചെയ്തു? 6 അല്ലേ? ഇനി 7 8 9 10 അത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 100 ആയി അല്ലേ? ഓക്കെ, റെഡി അല്ലേ? കറക്റ്റ് ആയിട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ല, അബ്ഡമൻ ലൂസ് ആയെന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ട, റിലാക്സ്ഡ് ആയിട്ട് വിടാം. ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കോർ മസിൽസ് എല്ലാം ടൈറ്റ് ഇൻ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പൊ ഒരു ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. ലാസ്റ്റ് 4 സെറ്റ് ആണ് കേട്ടോ. ലെഗ്സ് അപ്പ്, ചെസ്റ്റ് അപ്പ്, പമ്പ് ചെയ്യുക. ബ്രീത് ഇൻ, റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യുക. വെരി ഗുഡ്. 5. Breathe out. 1 2 3 4 5. Breathe in, expand your rib cage. Breathe out. 1 2 3 4 5. Slow ആയിട്ട് ചെയ്താൽ മതി.
റിലാക്സ്. ഇനി അപ്പൊ നമുക്ക് 2 സെറ്റും കൂടി ചെയ്യാനുണ്ട്. 2 സെറ്റും കൂടി ചെയ്താൽ അത് 100 ഫിനിഷ് ആയി. ഇത് ചെയ്യുന്ന സമയത്ത് നേവൽ, അബ്ഡമൻ ഒക്കെ ലൂസ് ആവുകയാണെങ്കിൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ. ഒരെണ്ണം ചെയ്തിട്ട് അപ്പൊ തന്നെ ലൂസ് ആയെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് അടുത്ത ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് 2 ചെയ്യാം. റെഡി? ബോത്ത് ലെഗ്സ് അപ്പ്, ടേബിൾ ടോപ്പ്, ചെസ്റ്റ് അപ്പ്, ബ്രീത്ത് ഇൻ 1 2 3 4 5, ബ്രീത്ത് ഔട്ട്, ഓപ്പൺ യുവർ മൗത്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓ, ലാസ്റ്റ് വൺ, ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ബ്രീത്ത് ഔട്ട്, ടേബിൾ ടോപ്പ്, chest up, breathe in through your nose, 1 2 3 4 5, breathe out through your mouth, 1 2 3 4 5, relax. ഇതാണ് the 100 എന്ന് പറയുമ്പോൾ 5 തവണ ശ്വാസം ഇൻ ചെയ്ത് 5 തവണ ശ്വാസം ഔട്ട് ചെയ്ത് 10 reps ചെയ്യുന്നതാണ് the 100 വർക്കൗട്ട് ഫിനിഷ് ആവുന്നത്. ഇതൊരു ബേസിക് വർക്കൗട്ട് ആണ്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ജസ്റ്റ് ഹൗ ഡു യു ഫീൽ? ഒന്നും പറയാൻ വയ്യ. മസിൽസ് ഒക്കെ ടൈറ്റ് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതാണ് ബ്രീതിങ് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ റെപ്പിറ്റേഷൻസ്, ഇപ്പൊ ചിലർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നതിലാണ് ശ്രദ്ധിക്കുക. പക്ഷെ കുറെ കൗണ്ട് ചെയ്യുന്നതിനേക്കാളും പ്രോപ്പർ ആയിട്ടുള്ള ബ്രീതിങ് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് പിലാറ്റിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ മസിൽസ് സൂപ്പർ ഫിറ്റ് ആക്കി എടുക്കാം.